എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് സാഞ്ചി അവനാണെങ്കില് കടയിലേക്ക് വന്ന് കാര്യമായിട്ട് പർച്ചേസ് ചെയ്യാണ്. ഉടനെ ആ കടക്കാരൻ പറയും, നീ ആ സ്ട്രോ ഹാർട്ട് ടീമിലുള്ള സാഞ്ചി അല്ലേ? നീ ഉണ്ടാക്കിയ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഇത്രയും നല്ലൊരു പാർട്ടിയും ഫുഡും ഒന്നും എന്റെ ലൈഫിൽ ഞാൻ കഴിച്ചിട്ടില്ല. ഇനിയും അതുപോലത്തെ ഫുഡ് കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സാഞ്ചിക്കാണെങ്കിൽ അത് കേട്ട് രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടാവും. അവൻ പറയും, ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതുപോലുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഞാൻ ഉണ്ടാക്കി തരാം. അപ്പൊ ദൂരത്തായിട്ട് വലിയൊരു ജനക്കൂട്ടം അവൻ കാണും. അവിടേക്ക് ഓടി എത്തുമ്പോഴായിരിക്കും ജനക്കൂട്ടത്തിന്റെ നടുവില് റോബിനും നാമയും അവർ രണ്ടുപേരും ഒരുപാട് ന്യൂസ് റിപ്പോർട്ടേഴ്സിന് ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഉണ്ടായ ഫൈറ്റിനെ കുറിച്ചും പാർട്ടിയെ കുറിച്ചൊക്കെ എന്തൊക്കെയോ കാര്യങ്ങള് അങ്ങനെ തള്ളിമറിക്കും നമ്മുടെ പ്രാന്തൻ ടീംസ്. ഉടനെ അതിലൊരു റിപ്പോർട്ടർ ഇപ്പൊ നാമിയോട് ചോദിക്കും, നിങ്ങളുടെ സ്വിം സ്യൂട്ടിലുള്ള ഒരു ഫോട്ടോ ഞാൻ പത്രത്തിൽ കൊടുത്തോട്ടെ? അത് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പത്രത്തിന് നല്ല റീച്ച് കിട്ടും. അത് കേട്ട് നമ്മി അവൾ ഫുൾ കലിപ്പില് ആളുടെ കോളറിൽ പിടിച്ച് അങ്ങനെ മുകളിലേക്ക് ഉയർത്തും. ഫോട്ടോ കൊടുക്കുന്നൊക്കെ കൊള്ളാം, അതിനു മുൻപ് എനിക്ക് എത്ര ക്യാഷ് കിട്ടുമെന്ന് ആദ്യം നീ പറ. അത് കേട്ട് ഒരു സെക്കൻഡ് നമ്മുടെ ആൾക്കാരെല്ലാവരും ഷോക്കാവും. സാഞ്ചിക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടാവില്ല. അവനങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വന്ന് അവരെ മുഴുവനും അവിടുന്ന് മിരട്ടി ഓടിക്കും. നാമി പറയും, താങ്ക് യു സോ മച്ച്. ചില ഞങ്ങൾക്ക് ഷോപ്പിംഗ് ഒന്നും ചെയ്യാൻ കഴിയാതെ പെട്ട് നിൽക്കുമായിരുന്നു. നീ കറക്റ്റ് ടൈം വന്നതുകൊണ്ടാണ് ഓടിച്ചു വിട്ട് ഞങ്ങളെ ഫ്രീ ആക്കിയത്. സാഞ്ചിക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കരമായിട്ട് സന്തോഷാവും. ഉടനെ സാഞ്ചി അവൻ കാഷ്വൽ ആയിട്ട് ചോദിക്കും, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് പോയാലോ? അടിപൊളി ഒരു കുളിയൊക്കെ പാസ്സാക്കി പിന്നീട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. അത് കേട്ട് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് അവൾ ഓടി ഇപ്പൊ സാഞ്ചിയുടെ അടുത്തേക്ക് വരും. അവള് പറയും, എനിക്ക് വിശക്കുന്നു, എനിക്കിപ്പോ തന്നെ ഫുഡ് കഴിക്കണം. അവൻ അവളോട് പറയും, കുറച്ചു മുൻപല്ലേ നിനക്ക് ഞാൻ ഒരു ക്യാൻഡി വാങ്ങി തന്നത്? അത് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് വിശക്കാൻ തുടങ്ങിയോ? അതിനവള് പറയും, ഞാൻ ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ എനിക്ക് വേഗം വിശക്കും. അവനിപ്പോ നൈസായിട്ട് അവളെ മാറ്റി നിർത്തും. ഞാൻ പറയുന്ന കേക്ക്, നിനക്ക് ഞാൻ കുറച്ച് പൈസ തരാം, ഹോട്ടലിൽ പോയി നിനക്ക് ഇഷ്ടമുള്ള ഫുഡ് വാങ്ങി കഴിച്ചോ. പക്ഷെ അവളാണെങ്കിൽ അതും സമ്മതിക്കില്ല. എനിക്ക് നീ തന്നെ ഫുഡ് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞ് അവൾ നിലവിളിച്ച് കരയും. ഇത് കേട്ട് നാമിയും റോബിനും അവര് പറയും, അങ്ങനെയാണെങ്കിൽ ആഞ്ചി നീ അവൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്ക്, നിനക്ക് പെൺകുട്ടികളെ ഒരുപാട് ഇഷ്ടമല്ലെന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് പാവം സാഞ്ചിയെ തേച്ചൊട്ടിച്ച് അവർ രണ്ടുപേരും അവിടുന്ന് കടന്നു പോകും. സാഞ്ചി ആണെങ്കിൽ അങ്ങനെ ഒരുപാട് സാഡായി തല കുനിച്ചു നിൽക്കും. ഉടനെ ആ ചിന്നപ്പെണ്ണ് അവള് പറയും, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു അടിപൊളി റെസ്റ്റോറന്റിലേക്ക് പോവാം. അത് ആക്ച്വലി എന്റെ ഗ്രാൻഡ്മയുടെ ഫ്രണ്ടിന്റെ കടയാണ്. അത്രയും നല്ല ഫുഡ് നീ ഒരിക്കലും നിന്റെ ലൈഫിൽ കഴിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് അവിടേക്ക് പോയി കഴിക്കാന്ന് പറഞ്ഞ് അവര് സാഞ്ചിയെ കൂട്ടി ആ കടയിലേക്ക് നടക്കും. കടയുടെ തൊട്ടടുത്തെത്തുമ്പോ 2-3 പേര് ആ കടയിലെ ഫുഡിനെ കുറിച്ച് വളരെ ബാഡായിട്ട് സംസാരിച്ച് അങ്ങനെ നടന്നു പോവാണ്. ഇത്രയും വൃത്തികെട്ട ഫുഡ് എന്റെ ലൈഫിൽ ഞാൻ കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാവും അവരവിടുന്ന് പോവാ. ഇവിടെ സാഞ്ചിക്കാണെങ്കിൽ അതൊക്കെ കേട്ട് എന്താ പറയണ്ടെന്ന് അറിയില്ല. അങ്ങനെ അവര് നടന്ന് ഗ്രാൻഡ്മയുടെ ഫ്രണ്ടിന്റെ അടുത്തെത്തും. ഗ്രാൻഡ്മയെ പോലെ തന്നെ വയസ്സായ ഒരു അപ്പൂപ്പൻ വെള്ളമൊക്കെ അടിച്ച് അങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് കിടക്കാണ്. കുഞ്ഞിപ്പെണ്ണിപ്പോ ഗ്രാൻഡ്പയോട് ഫുഡ് ഉണ്ടാക്കാൻ നിർബന്ധിക്കും. പക്ഷെ ആളാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യാതെ അങ്ങനെ വീണ് കിടക്കുകയാണ്. സാഞ്ചി പറയും, നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, നിനക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് അത് ഞാൻ റെഡിയാക്കി തരാന്ന് പറഞ്ഞ് അവനിപ്പോ കിച്ചണിലേക്ക് കടന്നു വരും. എന്നിട്ട് ഓരോ സാധനങ്ങളായി കട്ട് ചെയ്തൊക്കെ വെച്ച് കത്തിയൊക്കെ കറക്കി അങ്ങനെ സ്റ്റൈലായിട്ട് കുക്ക് ചെയ്യാണ്. അപ്പാപ്പനാണെങ്കിൽ സാഞ്ചിയുടെ സ്കില്ലും അവന്റെ സ്റ്റൈലൊക്കെ കണ്ട് അങ്ങനെ ഷോക്കാവും. നീ എങ്ങനെ ഇതൊക്കെ പഠിച്ചു? നീയും കുക്കാണോ? അതിനവൻ പറയും, അതെ, ഞാൻ ഒരുപാട് വർഷങ്ങളായി ഒരു കപ്പലില് ഷെഫായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഇപ്പോ സ്ട്രോ ഹാർട്ട് ലൂഫിയുടെ ടീമിലെ ഒരു മെമ്പറാണ്. ഉടനെ ഗ്രാൻഡ്പ ചോദിക്കും, നീ ആ ഷെഫിന്റെ അപ്രന്റീസ് ആണോ? അത് കേട്ട് സാഞ്ചി അവൻ ഷോക്കായിട്ട് ചോദിക്കും, നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയോ? അതിന് ഗ്രാൻഡ്പ പറയും, അറിയാം, ഞാൻ കഴിഞ്ഞ എന്നെ പോലെ ഇത്ര സ്റ്റൈലായിട്ട് കത്തി യൂസ് ചെയ്യുന്നത് അത് അവനാണ്. സാഞ്ചി ആണെങ്കിൽ അത് കേട്ട് ഷോക്കായി ഇപ്പൊ കുഞ്ഞിപ്പെണ്ണിനെ കഴിക്കാൻ നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. സാഞ്ചി വീണ്ടും അപ്പൂപ്പനോട് പറയും, ഞാൻ ഒരുപാട് വർഷക്കാലം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് ഓൾ ബ്ലൂ സീ അത് കാണാനായിട്ട് ഇവിടേക്ക് പുറപ്പെട്ടു വന്നു. അത് കേട്ട് ഗ്രാൻഡ്പ ആട് ചിരിക്കാൻ തുടങ്ങും. നീ പറഞ്ഞത് ശരിയാണ്, ഓൾ ബ്ലൂ എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലമുണ്ട്. എല്ലാ ഷെഫുകളുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് അവിടേക്ക് എത്തപ്പെടുക എന്നത്. പക്ഷെ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമേ അവിടേക്ക് എത്താൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് ആളിപ്പോ അവസാന ബോട്ടിൽ ആൽക്കഹോളും കുടിച്ചു തീർക്കും. അത് കണ്ട സാഞ്ചി അവന്റെ കയ്യിലുള്ള ഒരു ബോട്ടില് ആൾക്ക് സമ്മാനമായിട്ട് കൊടുക്കും. ഉടനെ അപ്പൂപ്പൻ പറയും, നീ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, എന്റെ കുക്കിംഗ് സ്കിൽ എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറയും. എന്നിട്ടൊരു വടിയൊക്കെ കുത്തി ആള് കത്തിയൊക്കെ വീശി
കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ആളുടെ കഷ്ടപ്പാട് കാണുമ്പോ തന്നെ സാഞ്ചി പറയും, അയ്യോ വേണ്ട വേണ്ട, എനിക്കിപ്പോ വിശക്കുന്നില്ല. ഉടനെ അപ്പാപ്പൻ ദേഷ്യപ്പെട്ട് പറയും, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ഓഫർ അത് നിരസിക്കും. എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ അടിപൊളിയായിട്ട് നിനക്ക് ഫുഡ് ഉണ്ടാക്കി തരും. മിനിറ്റ് വെച്ച് നമ്മുടെ അപ്പാപ്പൻ 3 പ്ലേറ്റ് പ്ലെയിൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കഴിഞ്ഞു. സാഞ്ചി ആണെങ്കിൽ അതിന്റെ ജസ്റ്റ് ഒരു പോർഷൻ മാത്രം എടുത്ത് കഴിക്കും. അത് കഴിച്ചതും അവനങ്ങനെ ഫ്രീസായി പോവും. കാരണം അത്രയും ടേസ്റ്റ് ഉള്ള ഫുഡ് അവൻ ഇതുവരെ കഴിച്ചിട്ടില്ല. സാഞ്ചി ആണെങ്കിൽ ഒരു സെക്കൻഡ് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. കാരണം സ്പെഷ്യൽ ആയിട്ട് ഒന്നും തന്നെ പൂപ്പൻ ആ ഫുഡില് ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ടും എങ്ങനെ ഇതിന് ഇത്രയും ടേസ്റ്റ് വന്നു? ഉടനെ ആ ഗ്രാൻഡ്പ പറയും, ഇതിന് ഇത്രയും ടേസ്റ്റ് വരാനുള്ള കാരണം അതെന്താണെന്ന് നിനക്കറിയോ? ഇത് നിനക്കറിയാമെങ്കിൽ മാത്രമേ ഓൾ ബ്ലൂവിലേക്ക് പോവാൻ നിനക്ക് യോഗ്യതയുള്ളൂ. ഉടനെ സാഞ്ചി അവനിപ്പോ ആ കുഞ്ഞിപ്പെണ്ണിനോടും അവളുടെ പെറ്റിനോടും അവരോട് 2 പേരോടും അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞ് അപ്പൂപ്പൻ കറിയിൽ ആഡ് ചെയ്ത ഒരു സീക്രട്ട് ഫ്ലേവർ അതെന്താണെന്ന് അറിയാൻ ഇപ്പൊ കടയിലേക്ക് പോകും. അപ്പൂപ്പനാണെങ്കിൽ അത് കണ്ട് ചിരി അടക്കാൻ കഴിയില്ല. ആള് നിലവിളിച്ചു പറയും, ഹലോ സാഞ്ചി, നീ തലകുത്തി മറിഞ്ഞാലും എന്റെ സീക്രട്ട് നിനക്ക് കണ്ടുപിടിക്കാനാവില്ല. ഇവിടെ സാഞ്ചി ആണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷനാവും. എന്ത് വില കൊടുത്തും ആ ഫ്ലേവർ കണ്ടുപിടിക്കണം. പക്ഷെ ഞാൻ അപ്പൂപ്പൻ ആള് കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ഫോക്കസ് ചെയ്താണ് ആള് ശ്രദ്ധിച്ചത്. അഡീഷണൽ ആയി മറ്റൊന്നും ആഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല, എന്ത് വില കൊടുത്തും ഞാനത് കണ്ടെത്തുന്നു പറഞ്ഞ് അടുത്തുള്ളൊരു കടയിലേക്ക് വന്ന് സീക്രട്ട് റെസിപ്പി അങ്ങനെ എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങും. സാഞ്ചി ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവിടെയുള്ള ഓരോ ഐറ്റംസ് ആയിട്ട് അരിച്ചു പെറുക്കും. പക്ഷെ അപ്പൂപ്പൻ ഉപയോഗിച്ച പോലുള്ള ഒരു ഇൻഗ്രീഡിയന്റും അവിടെ എവിടെയും ഇല്ല. കടക്കാരൻ പറയും, ഇത് നമ്പർ 1 സ്റ്റോളാണ്, ലോകം മുഴുവനും പോകുന്നത് ഇവിടെയുള്ള ഫുഡ് പ്രൊഡക്ട്സ് ആണ്. സോ എന്ത് ഫുഡ് പ്രൊഡക്റ്റ് വേണമെങ്കിലും നിനക്ക് ഇവിടെ വെച്ച് കിട്ടും. ഇതിന് സാഞ്ചി അവൻ പ്രത്യേകിച്ച് ഒന്നും പറയാതെ ഇപ്പൊ കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആ ഒരു റെസിപ്പി അതെന്തായിരിക്കും എന്ന് കൂലങ്കക്ഷമായിട്ട് ആലോചിച്ച് മുൻപോട്ട് പോകും. അവനങ്ങനെ നടന്നു പോകുമ്പോ അവന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന നാമിയെയും റോബിനെയും പോലും അവൻ മൈൻഡ് പോലും ചെയ്യില്ല. റോബിനാണെങ്കിൽ അവനെ കൈകാട്ടിയൊക്കെ വിളിക്കും. പക്ഷെ അവന്റെ മനസ്സ് ഇപ്പോഴും ആ റെസിപ്പിയിൽ തന്നെയാണ്. നാമി ഷോക്കായിട്ട് പറയും, എനിക്ക് തോന്നുന്നില്ല അത് സാഞ്ചിയാണെന്ന്. സാഞ്ചി ആയിരുന്നെങ്കിൽ നമ്മുടെ ഒരു സ്മെല്ല് കിട്ടിയാൽ മതി, അവൻ കറങ്ങി കറങ്ങി നമ്മുടെ തൊട്ടടുത്തെത്തും. പിന്നെ നമ്മുടെ ആള് സാഞ്ചി അവനങ്ങനെ ചിന്തിച്ച് ഇപ്പൊ അയലാൻഡിന്റെ ഏറ്റവും അറ്റത്തെത്തും. അവിടെയാണെങ്കിൽ ഒരുപാട് ജോലിക്കാര് ഇപ്പോഴും നിർത്താതെ അയലാൻഡിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ സാഞ്ചിയെ കാണുമ്പോ ഭയങ്കര സന്തോഷാവും. ഉടനെ അവര് കഴിക്കാനായി വാങ്ങിയ റൈസ് ബോളൊക്കെ നിരത്തി വെച്ച് ഇപ്പൊ സാഞ്ചിക്കും കഴിക്കാനായിട്ട് കൊടുക്കും. അവനത് ഒരെണ്ണെടുത്ത് കഴിക്കുമ്പോ തന്നെ ഷോക്കാവും. കാരണം അതിന്റെ ടേസ്റ്റ് അത് വേറെ ലെവലാണ്. സാഞ്ചി അവരോട് ചോദിക്കും, ഈ റൈസ് ബോള് അത് ആരുണ്ടാക്കിയതാണ്? അതിനവര് പറയും, ഞങ്ങളുടെ ഐലാൻഡിലെ മാസ്റ്റർ ഷെഫ് അപ്പാപ്പൻ. അത് കേട്ട് സാഞ്ചിക്ക് അവൻ എന്താ പറയണ്ടെന്ന് അറിയില്ല. അവന് വീണ്ടും വീണ്ടും ഷോക്കുകൾ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഉടനെ സാഞ്ചിക്ക് ഒരു ബുദ്ധി വെളിച്ചുണ്ടാവും. ഗ്രാൻഡ്പ എന്താണ് അതിൽ ചെയ്യുന്നതെന്ന് അവന് പിടികിട്ടി കഴിഞ്ഞു. ഫുൾ സ്പീഡില് ഇപ്പൊ ഗ്രാൻഡ്പയെ ലക്ഷ്യമാക്കി ഓടി വരും. ഇവിടെ ഗ്രാൻഡ്പ ആണെങ്കിൽ കുഞ്ഞിപ്പെണ്ണുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സാഞ്ചി ഓടി വന്ന് ഇപ്പൊ ഗ്രാൻഡ്പയോട് പറയും, നിങ്ങൾ ആക്ച്വലി ആ ഫുഡില് എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾ സോൾട്ട് ഉപയോഗിച്ചാണ് നിങ്ങളുടെ ഫുഡിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. കാരണം സാഞ്ചി കഴിച്ച ആ ഒരു റൈസ് ബോളില് ആകെപ്പാടെ റൈസും സോൾട്ടും മാത്രമേ ഉള്ളൂ. അത് കഴിച്ചപ്പോഴാണ് സാഞ്ചിക്ക് മനസ്സിലായത് സോൾട്ട് ഉപയോഗിച്ചാണ് വളരെ കറക്റ്റ് ആയിട്ട് ഇദ്ദേഹം ഇത്രയും ടേസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. ഉടനെ ഗ്രാൻഡ്പ പറയും, പറഞ്ഞ ആൻസർ അത് പകുതി ശരിയാണ്, പക്ഷെ ബാക്കി പകുതി കൂടെ നീ കണ്ടുപിടിക്കാനുണ്ട്. സാഞ്ചി വീണ്ടും പറയും, നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു സോൾട്ട് അത് നോർമൽ സോൾട്ട് അല്ല. അക്വാലോഗിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന സോൾട്ട് ഉപയോഗിച്ചാണ് നിങ്ങൾ ഇതെല്ലാം തയ്യാറാക്കുന്നത്. അക്വാലോഗില് ഒരുപാട് മിനറൽസ് അടങ്ങിയ കടൽ വെള്ളമാണ് ഇവിടേക്ക് അടിച്ചു കയറുക. അതുകൊണ്ടാണ് ഈ ഒരു ഉപ്പിന് ഇത്രയും ടേസ്റ്റ്. ഉടനെ ഗ്രാൻഡ്പ ആള് വണ്ടർ അടിച്ചു പറയും, ഈ പറഞ്ഞ ഉത്തരം അത് 100% ശരിയാണ്. സാഞ്ചിക്കാണെങ്കിൽ അവന്റെ സന്തോഷം അടക്കാൻ കഴിയില്ല. സാഞ്ചി ചോദിക്കും, ബുദ്ധിമുട്ടില്ലെങ്കിൽ അതിൽ നിന്നൊരു അല്പം ഉപ്പ് എനിക്ക് തന്നൂടെ? എനിക്കൊരു ടീമുണ്ട്, അവർക്ക് രുചികരമായ കുറച്ച് ഫുഡൊക്കെ കൊടുക്കാനാണ്. ഉടനെ ഗ്രാൻഡ്പ അവനെയും കൂട്ടി ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലേക്ക് പോകും. എന്നിട്ട് ബിൽഡിങ്ങിന് മുകളില് വെറുതെ കൈവച്ചൊരയ്ക്കും. ഉടനെ ഒരുപാട് ഉപ്പ് ഉപ്പന്റെ കയ്യിലേക്ക് വന്ന് വീഴും. ആക്ച്വലി അക്വാലോഗ് വന്നു കഴിഞ്ഞ ഈ അയലാൻഡ് മുഴുവൻ അങ്ങനെ കടലിൽ മുങ്ങും. അക്വാലോഗ് പോയതിനു ശേഷം ഒരുപാട് കടൽ വെള്ളം അത് ഈ ബിൽഡിങ്ങുകളുടെ എല്ലാം മുകളില് തങ്ങിക്കിടക്കും. അതിലേക്ക് വെയിലടിച്ച് കഴിയുമ്പോഴായിരിക്കും ഇത്തരത്തിലുള്ള ഉപ്പ് അത് തനിയെ ഫോം ആവുക. ഉടനെ സാഞ്ചി അവൻ ചുറ്റും നോക്കും.
അവിടെയുള്ള റൂഫ് ടോപ്പിനെല്ലാം മുകളില് ഉപ്പങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. പിന്നെ ഒന്നും നോക്കില്ല, അവൻ ചാക്കില് അത് മുഴുവൻ വാരിയെടുത്ത് കപ്പലിൽ കൊണ്ടുപോയി ഒന്നൊന്നായി സ്റ്റോർ ചെയ്യും. സാഞ്ചി വീണ്ടും ഇപ്പൊ അപ്പൂപ്പന്റെ അടുത്തേക്ക് തിരികെ വരും. അതിനുശേഷം അപ്പൂപ്പനോട് ചോദിക്കും, നിങ്ങൾക്ക് ഇത്രയും സ്കില്ലില്ലേ, നിങ്ങൾക്കും ഞങ്ങളുടെ കൂടെ ഓൾ ബ്ലൂവിലേക്ക് വന്നൂടെ? അതിന് അപ്പൂപ്പൻ പറയും, ഒരിക്കലുമില്ല. ഇവിടെ കിട്ടുന്ന ആ ഒരു സോൾട്ട്, അതാണ് എന്റെ ഫുഡ് റെസിപ്പി. അത് വിട്ട് ഞാൻ എവിടേക്കുമില്ല. അങ്ങനെ സാഞ്ചി അപ്പൂപ്പന് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവിടുന്ന് തിരികെ പോവും. അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത സാക്ഷാൽ ഉസോപ്പ്, അവനാണെങ്കില് ഇപ്പൊ കൂലങ്കക്ഷായിട്ട് എന്തൊക്കെ ആലോചിക്കുകയാണ്. ആലോചന മറ്റൊന്നുമല്ല, എങ്ങനെ വീണ്ടും ലൂഫിയായിട്ട് പാച്ചപ്പ് ആവാം, ഞാൻ എന്തൊക്കെ പറഞ്ഞ അവൻ എങ്ങനെയൊക്കെ പ്രതികരിക്കും എന്നിങ്ങനെ ഒന്നൊന്നായി അവൻ അഭിനയിച്ചും ഇതൊക്കെ കാര്യമായിട്ട് റിഹേഴ്സൽ ചെയ്യാണ്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സാഞ്ചി അവനാണെങ്കില് ആ പുതിയ സോൾട്ട് ഒക്കെ വെച്ച് നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി അവരെ കഴിപ്പിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.